ഇത്രയും ദിവസം നമ്മളിവിടെയൊക്കെ കറങ്ങി കണ്ടെങ്കിൽ നമ്മൾ അനിയന്മാർക്കും ഫ്രണ്ട്സിനും ഒന്നും മേടിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. പ്രത്യേകിച്ച് ഇവിടെയൊന്നും ഒന്നും മേടിക്കാനൊന്നുമില്ല. ഇവിടെ ആകെ ഉണ്ടെന്ന് പറയാം രുദ്രാക്ഷത്തിൻ്റെ മാലയും കൈച്ചെയിനും അങ്ങനെയൊക്കെ മേടിക്കാറുണ്ട്. പിന്നെ പിന്നെന്താ ഡ്രസ്സും കമ്മലുകളും അത് നമ്മുടെ അവിടെയൊക്കെ ബംഗാളികൾ കൊണ്ടുവരുന്ന കമ്മലുകളുണ്ടല്ലോ, അതൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. നല്ല വലിയ വലിയ കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. 100 രൂപയ്ക്ക് നല്ല വലിയ ഹെവി കമ്മലുകളൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും ഹെവിയൊന്നും നമ്മൾ ഇടത്തില്ല. പിന്നെ ചില കമ്മലുകൾ ഇങ്ങനെ എടുത്ത് കയ്യിലോട്ട് വയ്ക്കുമ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ട് കയ്യിലോട്ടെടുത്ത് ഓപ്പൺ ചെയ്തതും അത് പൊടിഞ്ഞ് കയ്യിൽ വന്നു. ചില കമ്മലുകളൊക്കെ പൊട്ടയാണ്. അപ്പം അതൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇവിടുത്തെ സ്വീറ്റ്സ് ഒന്നും നമ്മളങ്ങനെ നല്ല നല്ല സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. പക്ഷേ നമുക്കത് ഫുള്ള് ഈച്ചയാണ് ഇവിടെ. സ്വീറ്റ്സ് ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഈച്ചയെക്കാളും കഷ്ടം ഇവരാണെങ്കിൽ ഏത് നേരവും പാക്ക് അങ്ങനത്തെയൊക്കെ ചവച്ചിട്ട് ഇങ്ങ് തുപ്പി അവിടെ എല്ലാം തുപ്പിയിട്ടേക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനമറിക്കും. അപ്പോൾ അതുകൊണ്ട് സ്വീറ്റ്സൊന്നും ഞാൻ മേടിച്ചില്ല. അതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല സ്വീറ്റ്സൊക്കെ അവിടെ കിട്ടുമെന്ന് പറയും. എന്നാലും ഞാൻ സ്വീറ്റ്സ് ഒന്നും മേടിച്ചില്ല. ആകെ മേടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കാശി വിശ്വനാഥ ടെമ്പിളിനകത്ത് കയറിയപ്പോൾ അവിടുത്തെ പ്രസാദം പറഞ്ഞൊരു ലഡു വെച്ചിരുന്നു. അതൊരു പാക്കറ്റ് മേടിച്ചായിരുന്നു. അല്ലാണ്ട് വേറെ ഒരു സ്വീറ്റ്സും മേടിച്ചതുമില്ല. ഒരു സ്വീറ്റ്സ് നമ്മൾ ട്രൈ ചെയ്തതുമില്ല. പിന്നെ ഇവിടെ ഈ വാരണാസി ഈ ഒരു ഇതിനകത്തോട്ട് ഈ ഘാട്ടുകളിലോട്ട് പോകുമ്പോൾ നിറയെ ഇവരിരിക്കുക അഘോരികൾ. അപ്പം അഘോരി സ്വാമികൾ. അപ്പം അവരെന്ന് പറയുന്നത് നമ്മളങ്ങോട്ട് നടന്നു പോകുമ്പോഴേ കുറേ മയിൽപ്പീലി കെട്ടൊക്കെ കൊണ്ടായിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വിളിക്കും, അനുഗ്രഹിക്കാന്നുള്ള രീതിയിൽ വിളിക്കും. അപ്പം നമ്മൾ ചെയ്തിട്ട് ഇവരെ അനുഗ്രഹിക്കാൻ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഒന്ന് തല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അനുഗ്രഹിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് ഭസ്മൊക്കെ വരെ നെറ്റിയിലിട്ടിട്ട് ദക്ഷിണ വയ്ക്കും. നമ്മളിപ്പോൾ ദക്ഷിണ കൊടുക്കാൻ നിൽക്കണം. അപ്പോൾ ഇവിടെ തങ്ങിയേറ്റം വരെ ദക്ഷിണ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ലോൺ എടുക്കേണ്ടി വരും. അത്രയ്ക്കും അഘോരി ലോൺ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ദക്ഷിണയെന്ന് ചോദിക്കാണ്ടൊരു അഘോരി സ്വാമി ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് ഒരു രുദ്രാക്ഷം തന്നു കേട്ടോ. സ്വാമിയുടെ എഴുതുന്ന രുദ്രാക്ഷം കുഞ്ഞുമാവയ്ക്ക് കൊടുത്തതാണ്. ഒരു രൂപ കോയിനും ഒരു രുദ്രാക്ഷവും കൂടി കുഞ്ഞുമാവയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അത് പക്ഷേ നമ്മളടുത്ത് ദക്ഷിണയും കാര്യങ്ങളൊന്നും ചോദിച്ചില്ലായിരുന്നു. പിന്നെ കുറച്ചിങ്ങ് വന്നപ്പോൾ ഏട്ടൻ കാല് കഴിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇവരൊരു ഷെഡുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഓരോരുത്തരെ വിളിച്ചിങ്ങനെ അടുത്തിരുത്തിയിട്ടുണ്ട്. അപ്പം ഏട്ടൻ കാല് കഴിക്കുന്നു പറഞ്ഞ് അവിടെ കയറിയത് ഞങ്ങളെയും പിടിച്ച് അവിടെ ഇരുത്തി. അപ്പം അവരുടെ കൂട്ടത്തിലൊരു മലയാളി ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ അമ്മ കണ്ണൂരും അച്ഛൻ ട്രിവാൻഡ്രമാണ്. അവനവിടെ വന്നിട്ട് 10 വർഷമായി ആ ഒരു സ്വാമിയുടെ കൂടെ കൂടിയിട്ട്. അപ്പം അവനെന്ത് പറയുന്നതും ഞാൻ ചോദിച്ചു നാട്ടിലൊന്നും പോകത്തില്ലെന്ന് ചോദിച്ചാൽ ഇല്ല ഗുരുജിയുടെ കൂടെ ഗുരു എവിടെ പോകുന്നു, എല്ലാം ഗുരുവിനെ അർപ്പിച്ചേക്കുമെന്നൊക്കെ പറഞ്ഞു. അവൻ ചോദിച്ചു വീട്ടുകാരപ്പോൾ എങ്ങനെ അറിയാം ഇവിടെ ഉണ്ടെന്ന്. അത് അവന് യൂട്യൂബ് ചാനലുണ്ട്. അവൻ എല്ലാ മാസവും വീഡിയോ ഇടുന്നു. വീട്ടുകാർക്ക് അറിയാമെന്ന് അവനോട് ഉണ്ടെന്നുള്ളത് വീട്ടുകാർക്ക് അറിയാം. പക്ഷെ അവൻ വീടുമായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് എണീറ്റപ്പോഴത്തേക്ക് ദക്ഷിണ വേണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഗൂഗിൾ പേ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് സ്വാമിയുടെ QR കോഡ് കാണിച്ചായിരുന്നു. നമ്മൾ പിന്നെ ഗൂഗിൾ പേ 100 രൂപ ഇട്ട് കൊടുത്ത്. അങ്ങനത്തെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്നും നമ്മൾ ആ ഘാട്ടുകൾ തന്നെ കറങ്ങി കാണുന്നത്. അവിടെ 20ഓളം ഘാട്ടുകളുണ്ട്. നമ്മളെല്ലാം ഘാട്ടിലും പോയി. എല്ലാ തീരത്തും നമ്മൾ പോയി. പിന്നെ ഏതൊക്കെയോ 2-3 ഘാട്ടുകളിൽ ആരതി പൂജ നടക്കും. അപ്പം അത് നമ്മൾ ഒരെണ്ണം നമുക്ക് എന്തോ ഭാഗ്യത്തിന് കാണാൻ പറ്റി. സന്ധ്യയ്ക്ക് നടന്നൊരു ഇത് കാണാൻ പറ്റിയായിരുന്നു. വെളുപ്പിനുള്ളത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അത്